രാമ ആസ് വെൽ എസ് മോഹൻ ഡാഷ് പാസ്ഡ് ദ എക്സാം. രാമ ആസ് വെൽ എസ് മോഹൻ ഡാഷ് പാസ്ഡ് ദ എക്സാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഹാസ്, ഹാവ്, ഈസ്, വാസ് 4 ഓപ്ഷനാണ് ഉള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാമ, മോഹൻ 2 സബ്ജക്റ്റ് ഉണ്ട്. ആസ് വെൽ എസ് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു റൂൾ നമ്മൾ ഫോളോ ചെയ്യണം. 2 സബ്ജക്റ്റിനെ ആസ് വെൽ എസ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത് കഴിഞ്ഞ് വരുന്ന വെർബ് എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജക്റ്റിനെ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് സബ്ജക്റ്റ് ആരാണ്? രാമയാണ്. രാമ സിംഗുലർ ആണ്. അപ്പോൾ നമ്മളുടെ വെർബ് എന്തായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഹാസ്, ഹാവ്, ഈസ്, വാസ് 4 ഉണ്ട്. അതിൽ സിംഗുലർ അല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ഹാവ്. ഹാവ് പ്ലൂരലിൻ്റെ കൂടിയേ യൂസ് ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഹാവ് കട്ട് ചെയ്ത് കളയാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ 3 ഓപ്ഷൻ ഉണ്ട്. ഈസാണോ, വാസാണോ, ഹാസാണോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈസോ വാസോ വരികയാണെങ്കിൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ്, ആം, ആർ, വാസ്, വെയർ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതാണ്? ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ടെൻസിലാണ് അല്ലേ? കണ്ടിന്യൂസ് ടെൻസിൽ എപ്പോഴും സബ്ജക്റ്റിൻ്റെ കൂടെ ഈസാമാർ അല്ലെങ്കിൽ വാസ്, വെയർ യൂസ് ചെയ്താൽ ING ഫോം ആയിരിക്കണം വെർബിൻ്റെ യൂസ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ING ഫോം ആണോ? രാമ ആസ് വെൽ ആസ് മോഹൻ പാസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. V3 ഫോം ആണ്. V3 ഫോം യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസിലാണ്. അവിടെ ഹാസോ ഹാവോ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണെങ്കിലും ഹാവ് അല്ല. അപ്പോൾ ഈസും വാസും ഒന്നും അല്ല. അപ്പോൾ ഏതാണ് ആൻസർ? ഹാസ് ആണ് ആൻസർ. സോ ദ റൈറ്റ് ആൻസർ രാമ ആസ് വെൽ ആസ് മോഹൻ ഹാസ് പാസ്ഡ് ദ എക്സാമിനേഷൻ.